മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 66-ാമത്തെ ദശകത്തിൽ 8, 9, 10 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 8-ാമത്തെ ശ്ലോകം. കന്ദളിതഘർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാഥോജം നന്ദസുത ത്വം ത്രിജഗത്സുന്ദരമുപഗൂഹ്യ നന്ദിതാ ബാലാ. ഭഗവാന്റെ ഗോപസ്ത്രീകളായിട്ടുള്ള രമിക്കൽ, ആ കേളി ആണ് ഇവിടെ പറയണത്. ആ ഭഗവാന്റെ ആശ്ലേഷിച്ചിട്ട് സുന്ദരനായിട്ടുള്ള ജഗത്സുന്ദരനായിട്ടുള്ള ഭഗവാനെ ആശ്ലേഷിച്ച് ഗോപസ്ത്രീകൾ അത്യധികം സന്തോഷിച്ചു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ. കന്ദളിത ഘർമ്മലേശം. കന്ദളിതം എന്ന് വെച്ചാൽ പൊട്ടിപ്പുറപ്പെടുന്നതായിട്ടുള്ള ഘർമ്മലേശം, വിയർപ്പുതുള്ളികൾ, ചെറിയതായിട്ടുള്ള വിയർപ്പുതുള്ളികൾ. ആ വിയർപ്പുതുള്ളികൾ ദേഹമാസകലം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിയർപ്പുതുള്ളികൾ, അതായത് ഗോപികളുമായിട്ടുള്ള സംഗമത്തിൽ ഉള്ളതായിട്ടുള്ള ആ ശ്രമം കൊണ്ട് വന്നതായിട്ടുള്ള വിയർപ്പുതുള്ളികൾ. കന്ദളിത ഘർമ്മലേശം, ഘർമ്മലേശത്തോടു കൂടിയവനും. കുന്ദമൃദുസ്മേര വക്ത്രപാഥോജം, കുന്തം പോലെ ഉള്ളതായിട്ടുള്ള കുന്തം മുല്ലപ്പൂവ്. ആ മുല്ലപ്പൂവിനെ പോലെ മൃദുവായിട്ടുള്ള സ്മേരം, മന്ദസ്മിതത്തോടു കൂടിയതായ വക്ത്രപാഥോജം, വക്രമാകുന്ന പാഥോജം. പാഥോജം താമര, പാഥസിൽ ജലത്തിൽ ഉണ്ടാകുന്നത്, വളരുന്നത് പാഥോജം താമര. ആ താമരയോടുകൂടി, താമര പോലെയുള്ളതായിട്ടുള്ള മുഖത്തോടു കൂടിയതും. പിന്നെ ത്രിജഗത് സുന്ദരം, 3 ലോകങ്ങളിൽ വെച്ച് ഏറ്റവും അധികം സുന്ദരനുമായിട്ടുള്ള അങ്ങയെ ആശ്ലേഷിച്ചിട്ട്, നന്ദസുത അല്ലയോ നന്ദപുത്ര, അങ്ങയെ ആശ്ലേഷിച്ചിട്ട് നന്ദിതാ ബാലാഹ, സുന്ദരം ഉപഗൂഹ്യ ആശ്ലേഷിച്ചിട്ട് ആലിംഗനം ചെയ്തിട്ട് നന്ദിതാ ബാലാഹ, ആ ബാലികമാർ, ആ ഗോപസ്ത്രീകൾ, ഗോപാംഗനകൾ അത്യധികം സന്തോഷിച്ചു. നന്ദിതാ, സന്തോഷിച്ചു എന്ന ശ്ലോകത്തിന് അർത്ഥം. അതായത് അവിടെ ആ ഭഗവാന്റെ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യവും ആന്തരമായിട്ടുള്ള സൗന്ദര്യവും രണ്ടും ഒരുപോലെ പറയുകയാണ്. ആദ്യത്തെ 2 പദങ്ങളെ കൊണ്ടും, അതായത് കന്ദളിത ഘർമ്മലേശം, കുന്ദ മൃദുസ്മേര വക്ത്രപാഥോജം, 2 വിശേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ബാഹ്യമായ സൗന്ദര്യത്തെ ആണ് പറയണത്, സൂചിപ്പിക്കണത്. ത്രിജഗത് സുന്ദരം എന്നുള്ളത് ആന്തരമായിട്ടുള്ള സൗന്ദര്യത്തെ കൂടി ബോധിപ്പിക്കുന്നു. അതായത് 3 ലോകത്തിലേക്കും വെച്ച് സുന്ദരനായിട്ടുള്ള എല്ലാവരെയും രമിപ്പിക്കുന്നത്, ആ 3 ലോകങ്ങളിലുമുള്ളതായിട്ടുള്ള സർവ്വജീവജാലങ്ങളുടെയും ആന്തരമായിട്ടുള്ള ആത്മാവായിട്ട് എല്ലാവരിലും കുടികൊള്ളുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ആ അങ്ങയുമായിട്ട്, അപ്രകാരമുള്ളതായ ആ പരമാത്മാവുമായിട്ട് ഏകീഭാവം സിദ്ധിച്ചതായ ഉപഗൂഹ്യ, നല്ല പോലെ ആലിംഗനം ചെയ്തിട്ട്, അങ്ങയെ വേണ്ട പോലെ ആലിംഗനം ചെയ്തിട്ട്, അപ്പം ആ ആലിംഗനത്തിൻ്റെ ദൃഢത കൊണ്ട് ആ ജീവാത്മാ പരമാത്മാക്കളുടെ ഐക്യം ആണ് അവിടെ, ഏകീഭാവം ആണ് അവിടെ വരണത്. അപ്പം അങ്ങനെ ആ ഏകീഭാവം സംഭവിച്ചു ആ ഗോപസ്ത്രീകൾക്ക് എന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഉള്ളതായിട്ടുള്ള ഏകീഭാവം കൊണ്ടുള്ളതായിട്ടുള്ള പരമാനന്ദം ആ ഗോപസ്ത്രീകൾ അനുഭവിച്ചു. അവർക്കത് അറിയാതെ കണ്ടാണെങ്കിലും ആ ഭഗവാനായിട്ടുള്ള ഏകീഭാവമാണ് ഇവിടെ ഉണ്ടാവണത് എന്ന, പരമാത്മാവുമായിട്ടുള്ള ഏകീഭാവമാണ് ഉണ്ടാവണത് തങ്ങൾക്ക് എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ലാതെ കണ്ട് തന്നെ അവർക്ക് ആ ഏകീഭാവം വന്നതുകൊണ്ടുള്ളതായിട്ടുള്ള സന്തോഷാധിക്യം ഉണ്ടായി എന്നുള്ളതും കൂടി അവിടെ സൂചിതമാണ് എന്ന് പറയണം. കന്ദളിത ഘർമ്മലേശം കുന്ദമൃദുസ്മേര വക്ത്രപാഥോജം, കുന്തം താമര, മുല്ലപ്പൂവ് പോലെ അങ്ങനെയുള്ളതായിട്ടുള്ള മനോഹരമായ പല്ലുകൾ, ആ പല്ലുകളെ കാണിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള മന്ദസ്മിതം, ആ മന്ദസ്മിതത്തോടു കൂടിയതായ മുഖകമലത്തോടു കൂടിയവനും ത്രിജഗത് സുന്ദരം, 3 ലോകങ്ങളിലും വെച്ച സുന്ദരനുമായിട്ടുള്ള അങ്ങയെ ആലിംഗനം ചെയ്ത് ആ ബാലികമാർ അത്യധികം സന്തോഷിച്ചു. ഇനി വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേഹിത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃസംഗമേ വിചിത്രമിതം. അതിമനോഹരമായിട്ടൊരു വാക്കുകൊണ്ടുള്ളതായിട്ടുള്ള കസർത്ത് ആണ് അവിടെ കാണുന്നത്.
വിരഹേഷു അങ്കാരമയ, വിരഹസമയത്ത് ഭഗവാനായിട്ടുള്ള വിരഹമുണ്ടാകുമ്പോൾ അങ്കാരമയനാണ്. അതായത് ഭഗവാനെക്കുറിച്ച് ഓർക്കാതിരിക്കുമ്പോൾ ഭഗവാൻ അങ്കാരം പോലെയാണ്, കനൽക്കട്ട പോലെയാണ്, നമുക്ക് ദുഃഖത്തെ ഉണ്ടാക്കണു എന്നുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. അങ്കാരമയനാണ് ഭഗവാൻ. വിരഹസമയത്ത്, വിരഹം എന്ന് വെച്ചാൽ അവിടെ മാനസികമായിട്ടുള്ള വിരഹം, ഭഗവാനെ ചിന്തിക്കാതിരിക്കുമ്പോൾ, ഭഗവാനെ നാം മറന്നു പ്രവർത്തിക്കുമ്പോൾ ആ വിരഹത്തിൽ അങ്കാരമയനാണ് ഭഗവാൻ. ദുഃഖത്തെ നൽകുന്നവനാണ് ഭഗവാൻ. അങ്കാരമയ. ഇവിടെ ഗോപസ്ത്രീകളുടെ ഭാഗത്താണെങ്കിൽ അവിടെ ഗോപസ്ത്രീകൾക്ക് ഭഗവാനിൽ നിന്ന് വിരഹം ഉണ്ടാകുന്ന നേരത്തെ പറയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കാനനത്തിരിക്ക് പശുമക്കളെ മേയ്ക്കാനുള്ളതായിട്ടുള്ള യാത്ര കൂടി സ്ത്രീകൾക്ക് സഹിക്കാൻ സാധിച്ചില്ല എന്ന് പറയുണ്ടായി. അവരങ്ങനെ വരവും കാത്തും കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ വിരഹേഷു അങ്കാരമയ, വിരഹങ്ങളിൽ അങ്ങ് അങ്കാരം പോലെയാണ്. അങ്കാരം എന്ന് വെച്ചാൽ കനൽക്കട്ട, കനൽക്കട്ട പോലെയാണ് അങ്ങ് എന്നാണ്. ഗോപസ്ത്രീകൾക്കും മറ്റുള്ളതായിട്ടുള്ള മനുഷ്യർക്കും അങ്ങനെ തന്നെ. ശൃംഗാരമയശ്ച സംഗമേഹിത്വം, സംഗമത്തിൽ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള സമയത്തോ ശൃംഗാരമയനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പരമമായിട്ടുള്ള സ്നേഹത്തോടുകൂടി, പ്രേമത്തോടുകൂടി, പ്രേമഭാവം ഉണ്ടാക്കി തരുന്നു ഭഗവാൻ. അദ്ദേഹത്തിനെക്കുറിച്ച് സ്മരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹവും ആ ഭഗവാനുമായി സംഘം ഉണ്ടാകുന്നതായ അവസരത്തിൽ, അത് മാനസികമായിട്ടുള്ള സംഘം, മനസ്സുകൊണ്ട് അദ്ദേഹത്തെ ചിന്തിക്കുമ്പോൾ അദ്ദേഹം ശൃംഗാരമയനാണ്. അതായത് സുഖത്തെ നൽകുന്നവനാണ്. ഗോപസ്ത്രീകളുടെ പക്ഷത്തിലാണെങ്കിൽ അവിടെ സംഗമത്തിൽ അദ്ദേഹവുമായിട്ട് ശാരീരികമായിട്ടുള്ള സ്പർശം ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്ത്, അദ്ദേഹവുമായിട്ട് സാമീപ്യം ഉണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിൽ ശൃംഗാരമയനാണ്, ശൃംഗാരരസത്തെ ഉണ്ടാക്കുന്നവനാണ്. അത്രത്തോളം സുന്ദരനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആകർഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് എല്ലാവരെയും ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഗമത്തിൽ ശൃംഗാരമയനും ആണ്. അങ്ങനെയാണല്ലോ ഭഗവാന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. വിരഹേഷു അങ്കാരമയ, വിരഹങ്ങളിലൊക്കെ അങ്കാരമയനും കനൽക്കട്ട പോലെയുള്ളവനും സംഗമത്തിൽ ശൃംഗാരമയനും ആണല്ലോ അങ്ങ്. ത്വം ഹി എന്നാണ്, അങ്ങ് ആണല്ലോ എന്നുള്ളതാണ് അവിടെ ഹി എന്നുള്ളതിൻ്റെ അർത്ഥം. ഇനി നിതരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേപി ചിത്രം ഇതം, ഇത് അത്ഭുതമായിരിക്കുന്നു. എന്താണ് അത്ഭുതം? നിതരാം അത്ര സംഗമേ അഭി, ഇവിടെ സംഗമത്തിലും, അതായത് ഈ ഗോപസ്ത്രീകളുടെ വിഷയത്തിൽ അവരുമായിട്ട് ഭഗവാന് സംഗമം ഉണ്ടാകുന്നതായ ഈ അവസരത്തിൽ, അത്ര ഈ യമുനാതടത്തിൽ ആ സ്ത്രീകളുമായിട്ട്, ഗോപസ്ത്രീകളുമായിട്ടുള്ളതായ സംഗമം ഉണ്ടാകുന്നതായ അവസരത്തിലും അത്ര സംഗമേ ത്വം അങ്കാരമയ, അങ്ങ് അങ്കാരമയനായി. ത്വം അവിടെ അങ്കാരമയ എന്നുള്ളത് നേരത്തെ പറഞ്ഞു വിരഹത്തിലാണ് അങ്കാരമയൻ എന്ന്. അപ്പം ഇവിടെ സംഗമേ അപി അങ്കാരമയ എന്നും പറയണു. അതെങ്ങനെ ശരിയാവുക എന്നുള്ളതാണ് അവിടെ വിരോധം എന്ന് തോന്നുക. ഒരു വിരോധം തോന്നുന്നു. വിരഹത്തിൽ അങ്കാരമയനാണ്, അസ്ത്ര സംഗമേ അഭി, ഇവിടെ സംഗമത്തിലും അങ്കാരമയൻ എന്ന് പറഞ്ഞാൽ അവിടെ വിരോധം നമുക്ക് തോന്നും. പക്ഷെ വാസ്തവത്തിൽ വിരോധമില്ല. എന്താണെന്ന് വെച്ചാൽ അത്ര സംഗമേ, ഇവിടെ സംഗമത്തിൽ ആരമയ എന്നാണ് അവിടെ പദം മുറിക്കേണ്ടത്. എന്ന് വെച്ചാൽ സംബോധന, ഭഗവാനെ അങ്ങ് സംഗമേ അഭി, ഇവിടെ സംഗമത്തിലും ആരമയ, അവരെ രമിപ്പിച്ചു. ആരമയ എന്നുള്ളതിനെ രമിപ്പിച്ചു എന്നർത്ഥം. ഗോപസ്ത്രീകളെ സംഗമത്തിൽ അങ്ങ് രമിപ്പിച്ചു എന്ന്. അവിടെ ആ ചിത്രമിതം എന്നുള്ളത് അത്ഭുതമായിരിക്കുന്നു എന്നുള്ളത് ആ വിരോധം എടുക്കുമ്പോഴാണ് ചിത്രമിതം എന്നെടുക്കേണ്ടത്. വാസ്തവത്തിൽ വിരോധമില്ല. വിരോധം എന്തുകൊണ്ട്? അവിടെ അർത്ഥം വേറെ എടുക്കണം. ശ്ലേഷം കൊണ്ടാണ് ആ വിരോധം തോന്നണത്. വിരോധം വാസ്തവത്തിലില്ല. എന്താ വെച്ചാൽ പദം മുറിച്ച് അങ്കാരമയ എന്നുള്ള രണ്ടാമത്തെ ഭാഗത്തെ പദം മുറിച്ച് ആരമയ എന്നാണ് അർത്ഥം പറയേണ്ടത്. അപ്പോൾ അത്ര സംഗമേ അഭി, ഇവിടെ സംഗമത്തിലും അല്ലയോ ഭഗവാനെ അങ്ങ് അവരെ രമിപ്പിച്ചു. വിരഹത്തിൽ അങ്കാരമയനാണ്, സംഗമത്തിലും ആരമയ അങ്ങ് രമിപ്പിച്ചു എന്ന് അർത്ഥം എടുക്കണം. അപ്പോൾ വിരോധം ഇല്ലാണ്ടേ. അടുത്ത ശ്ലോകം
രാധാതുംഗപയോധര സാധു പരീരംഭലോലുവാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതൻ. രാധാതുംഗപയോധരം, രാധയുടെ തുംഗമായ ഉന്നതങ്ങളായ പയോധരങ്ങളെ, ഭുജങ്ങളെ സാധു പരീരംഭണം ചെയ്യുന്നതിൽ, സാധുവായിട്ട് പരീരംഭത്തിൽ, ആശ്ലേഷണത്തിൽ, ലോലുപാത്മാനം, ലോലുപനായിരിക്കുന്ന, തൽപരനായിരിക്കുന്ന, ആത്മാവോടുകൂടിയ തൽപരനായിരിക്കുന്ന എന്നർത്ഥം. രാധയുടെ ഉന്നത പയോധരങ്ങളെ ആലിംഗനം ചെയ്യുന്നതിൽ വേണ്ട പോലെ, അതായത് നല്ല പോലെ ആലിംഗനം ചെയ്യുന്നതിൽ തൽപരനായിരിക്കുന്ന ഭവന്തം, അങ്ങയെ ആരാധയെ ഞാൻ ആരാധിക്കുന്നു. ഭവന്തം ആരാധയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. പവനപുരാധീശ, അല്ലയോ ഗുരുവായൂരപ്പ, ശമയ സകലഗതാൻ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കൂ. രാധയുടെ തുംഗമായിട്ടുള്ള ഉന്നതങ്ങളായിട്ടുള്ള പയോധരങ്ങളെ സാധു പരീരംഭം, സാധുവായിട്ടുള്ള, വേണ്ട പോലെയുള്ളതായിട്ടുള്ള, നല്ല പോലെയുള്ളതായിട്ടുള്ള ആലിംഗനത്തിൽ ലോലുപനായിരിക്കുന്ന, തൽപരനായിരിക്കുന്ന ഭവന്തം, അങ്ങയെ ഞാൻ ഇതാ ആരാധിക്കുന്നു. ആരാധയെ ഞാൻ ആരാധിക്കുന്നു. പവനപുരാധീശ ശമയ സകലഗതൻ, അല്ലയോ ഗുരുവായൂരപ്പ, എൻ്റെ എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിച്ചാലും എന്ന് ദശകം അവസാനിപ്പിക്കണം. 3 ശ്ലോകവും ചൊല്ലാം. കന്ദളിത കർമ്മലേശം കുന്ദമൃദുസ്മേരവക്ത്രപാഥോജം നന്ദസുതത്വം ത്രിജഗത് സുന്ദരമുപഗൂഹ്യ നന്ദിതാ ബാലാഹ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ചെറിയ വിയർപ്പ് പൊടിഞ്ഞും മുല്ലപ്പൂ സ്മിതമിയെന്ന വദനമുടും സുന്ദര നന്ദസുതാ നീ ധന്യർക്കേകിയ ആലിംഗനാനന്ദം. വിരഹേഷ്വങ്കാരമയ ശൃംഗാരമയശ്ച സംഗമേഹി ത്വം നിതരാമങ്കാരമയസ്തത്ര പുനഃ സംഗമേപി ചിത്രമിദം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അങ്കാരമയൻ ദൂരെ ശൃംഗാരമയൻ ഭവാനധരികത്വം അങ്കാരമണനഹോ നീയങ്കനകൾ കരികിലോ ചിത്രമിതം. രാധാതുംഗപയോധര സാധു പരീരംഭലോലുവാത്മാനം ആരാധയേ ഭവന്തം പവനപുരാധീശ ശമയ സകലഗതൻ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. രാധാകുജകുംഭത്തെ പുണർന്നുഗാഠം രസമതായി വാഴും ദേവ നമിക്കുന്നു ഞാൻ വാതേശ തീർക്കു ദുഃഖമെന്നഖിലം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.